റിപ്പോർട്ടിൻ്റെ ഒരു ഇമ്പാക്റ്റിലേക്കാണ്. തിരുവനന്തപുരം ചെമ്പഴന്തിയിൽ വെള്ളം എത്തിത്തുടങ്ങി. ഒരു മാസമായി 300ഓളം കുടുംബങ്ങൾക്ക് കുടിവെള്ളം ലഭിച്ചിരുന്നില്ല. പ്രദേശവാസികളുടെ ദുരിതം റിപ്പോർട്ടർ പുറത്തു കൊണ്ടുവന്നതിന് പിന്നാലെ പ്രശ്നം പരിഹരിക്കുമെന്ന് വാട്ടർ അതോറിറ്റി ഉറപ്പു നൽകിയിരുന്നു. ഇന്നലെ രാത്രി 8 മണിയോടെയാണ് വീടുകളിൽ കുടിവെള്ളം എത്തിത്തുടങ്ങിയത്. ചെമ്പഴന്തിയിൽ നിന്ന് റിനു സീധ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. അരുൺകുമാർ, ഇന്നലെ നമ്മൾ തിരുവനന്തപുരം നഗരസഭയുടെ 9ാം വാർഡായിട്ടുള്ള ചെമ്പഴന്തിയിൽ എത്തുമ്പോൾ ഇവിടെ വലിയ രീതിയിൽ കുടിവെള്ള പ്രശ്നമുണ്ടായിരുന്നു. ഏകദേശം ഒരു മാസത്തോളമായി ഈ പ്രദേശത്ത് കുടിവെള്ളം എത്തിയിട്ട് എന്നുള്ളതായിരുന്നു നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞത്. എന്തായാലും ഇടപെടലുകളാണ് വാർത്ത എന്നുള്ളത് നമ്മൾ തെളിയിച്ചിരിക്കുന്നു. റിപ്പോർട്ടർ TV-യിൽ ഇന്നലെ ഈ വാർത്ത വന്നതിന് ശേഷം വലിയൊരു ഇടപെടൽ ഉണ്ടായിരിക്കുന്നു. ഈ AXC ഉൾപ്പെടെയുള്ളവർ ഇവിടെ ഉണ്ടായിരുന്നു. അവരുടെ പ്രതികരണം ഉൾപ്പെടെ എടുത്ത് അവർ ഉറപ്പ് നൽകിയിരുന്നു ഈ വെള്ളം ഉടൻ തന്നെ എത്തിക്കുമെന്ന്, പരിഹരിക്കുമെന്ന്. ഇന്നലെ രാത്രി 8 മണിയോടുകൂടി വെള്ളം എത്തിയിട്ടുണ്ട്. ഇന്നലെ നമ്മൾ വാർത്ത ചെയ്യുമ്പോൾ ഇവിടെ എത്തുമ്പോൾ ഈ പൈപ്പിൽ വെള്ളം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ നല്ല രീതിയിൽ വെള്ളം വരുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ഇവിടുത്തെ ജനങ്ങൾ, അതായത് ഈ വീട്ടുകാർ ഈ ക്യാനിൽ കാശ് കൊടുത്ത് വെള്ളം വാങ്ങിച്ച ക്യാനുകളായിരുന്നു ഇതെല്ലാം തന്നെ ഒഴിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യം. ഇന്നലെ രാത്രി വെള്ളം വന്നതോടുകൂടി ഇവർ ഈ ക്യാനുകളിലടക്കം വെള്ളം ശേഖരിച്ചു വെച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. എന്താണ് നമ്മുടെ ഈ ഒരു വാർത്ത ചെയ്തതിനു ശേഷം ഒരു പ്രതികരണം ഉണ്ടായോ? അല്ല, ഇത് നല്ല വാർത്തയായിട്ട് തന്നെ റിപ്പോർട്ടർ ചാനൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് അറിഞ്ഞുകൊണ്ട് പലരും ഞങ്ങളെ വിളിക്കുകയും വെള്ളം എത്തിയിട്ടുണ്ടോ എന്ന് ചോദിക്കുകയും ചെയ്തിട്ടുണ്ട്. എത്ര മണിയോടുകൂടി വെള്ളം എത്തി? ഒരു 8:30 ആയപ്പോഴത്തേക്ക് വെള്ളം കിട്ടിയായിരുന്നു. ചേട്ടാ, എങ്ങനെയായിരുന്നു ഇവിടുത്തെ പഴയ രീതി? ഏത് തരത്തിലായിരുന്നു? എങ്ങനെയായിരുന്നു ഇവിടുത്തെ ബുദ്ധിമുട്ടുകളൊക്കെ? ഈ ചില പ്രദേശങ്ങളെ ഒഴിവാക്കിക്കൊണ്ട് മറ്റു ചില മേഖലകളിലേക്ക് വെള്ളം പമ്പ് ചെയ്യുന്നതാണ് ഇതിൻ്റെ യഥാർത്ഥ പ്രശ്നമെന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ താമസിക്കുന്നവർ മനുഷ്യരാണ്. ഇവിടെ കുട്ടികളുണ്ട്, വയസ്സായവരുണ്ട്, രോഗബാധിതരുണ്ട്. ഇങ്ങനെ നിരവധി തലത്തിലുള്ള ആൾക്കാർ ജീവിക്കുന്ന ഒരു കൊച്ചു പ്രദേശമാണ്. അപ്പം അധികാരികളുടെ ശ്രദ്ധ ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ അടിയന്തരമായി പതിയണം. കാരണം ഇത് അധികാരികൾക്ക് നിഷ്പ്രയാസം സാധിക്കാവുന്ന ഒരു കാര്യമാണ് എന്ന് ഇന്നലെ ഒരൊറ്റ വാർത്ത കൊണ്ട് തെളിയിക്കപ്പെട്ടു. ഇന്നലെയൊക്കെ പ്രതികരിച്ച ചേച്ചിയാണ്. ചേച്ചി, സന്തോഷമായപ്പോ? കുട്ടികളൊക്കെ ഇപ്പോൾ സ്കൂളിൽ പോകുന്നു. ഇന്നലെയൊക്കെ കുട്ടികൾ സ്കൂളിൽ പോകുന്ന കാര്യം ബുദ്ധിമുട്ടൊക്കെ പറഞ്ഞിരുന്നു. ഇപ്പോൾ എല്ലാം ഓക്കെ ആയില്ലേ? എന്തായാലും ഇവിടുത്തെ ജനങ്ങൾ എല്ലാവരും തന്നെ സന്തോഷത്തിലാണ്. കാര്യം ഞാൻ ആദ്യം സൂചിപ്പിച്ചൊരു വാചകം വീണ്ടും ആവർത്തിക്കുന്നു. ഇടപെടലുകൾ വാർത്തയായി മാറുന്ന ഒരു സാഹചര്യമാണ്. അങ്ങനെ ഒരു ഇടപെടലിന് കൂടി പരിഹാരം കണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അതിൽ നമുക്കും അതിയായ സന്തോഷമുണ്ട്. അരുൺകുമാർ, 2024 അവസാനിക്കുമ്പോൾ റിനു റിപ്പോർട്ട് ചെയ്തതുപോലെ ഒട്ടേറെ ഇടപെടലുകളിലൂടെയാണ് ചെറുതും വലുതുമായ ഒരുപാട് മാറ്റങ്ങളും സംഭവങ്ങളും റിപ്പോർട്ടർ TV പ്രേക്ഷകരുടെ മുന്നിൽ അവതരിപ്പിക്കുകയും അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും അധികൃതർ തന്നെ ഇടപെട്ടുകൊണ്ട് ആ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം നിർദ്ദേശിക്കുകയും ചെയ്തിരിക്കുന്നത്. ഇടപെടലാണ് വാർത്ത എന്നത് ഒരിക്കൽ കൂടി ചെമ്പഴന്തിയിൽ നിന്നുള്ള വാർത്ത ഉറപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, 2025-ലും എങ്ങനെയാണോ നമ്മൾ ഓരോ വാർത്തയിലും ഇടപെട്ട് പ്രശ്നങ്ങൾക്ക് പരിഹാരത്തിനായി ശ്രമിക്കുന്നത്, അതേപോലെ റിപ്പോർട്ടർ TV-യും 2025-ലും പ്രേക്ഷകർക്കൊപ്പം തന്നെ ഉണ്ടാവും.